തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് കവിയും എഴുത്തുകാരിയുമൊക്കെയായ ദീപ നിശാന്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ തന്നെ, അതായത് കേരളത്തിൽ വിപ്ലവം പറയുന്ന ഒരു ഓൺലൈൻ തന്നെ 100-ലധികം വീഡിയോകൾ ഈ ദീപ ടീച്ചറിനെതിരായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഇത്ര കൂടുതൽ ആക്രമിച്ചിട്ട് നിയമം എന്താണ് പമ്മി നിൽക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. എന്തായാലും ദീപ ടീച്ചറെ, ഞാൻ നിങ്ങളുടെ ഈ സ്റ്റോറിയിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് അക്രമത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ദീപ ടീച്ചറെ, നിങ്ങൾ പരാതി ഒന്നുകൂടി കൊടുക്കാൻ സമയമാകുന്നു. ഇപ്പോൾ പരാതിക്കാർക്കുള്ള സമയമാണ്. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. എന്തായാലും താൻ ഇന്നോളം അനുഭവിച്ച സൈബർ ആക്രമണങ്ങളെ ഓർത്തെടുക്കുകയാണ് എഴുത്തുകാരി ദീപ നിശാന്ത്. തനിക്ക് മാത്രമല്ല, തൻ്റെ 8 വയസ്സുള്ള മകൾക്ക് പോലും സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടിയിരുന്നു എന്ന് ദുഃഖത്തോടെ ദീപ ടീച്ചർ പറയുന്നു. മാനസികമായി തകർക്കാൻ സൈബർ ആക്രമണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് രീതിയെന്നും ദീപ നിശാന്ത് പറയുന്നു. മാത്രമല്ല, ദീപ ഇതിനെതിരായി പോരാടാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ വല്ലാതെ തകർത്തെറിയാനും മാനസികമായി പീഡിപ്പിക്കാനും ശ്രമിച്ചു. അവരൊക്കെ ഇന്ന് നല്ല മാന്യന്മാരായിട്ട് നടക്കുകയാണ് ദീപ ടീച്ചറെ ഇത് ചെയ്യാൻ. ദീപ ടീച്ചർ, നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങരുത്. കാരണം അണീറോസിന് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ താങ്കൾക്കും ഇത് ചെയ്യാൻ കഴിയും. വലിയ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ചിലപ്പോൾ തകർന്നു പോയേക്കാവുന്ന ഘട്ടങ്ങളൊക്കെ ഞാൻ തകർന്നു പോകുമായിരുന്ന, വേണമെങ്കിൽ ജീവിതം പോലും ഉപേക്ഷിക്കാവുന്ന ഘട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കമന്റിന് പോലും ഒരുപാട് പേരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാലം. ഉറക്കം കെടുത്താൻ ഒരു സോഷ്യൽ മീഡിയ കമന്റ് മതി. പൊരുതിക്കയറുന്നവരും പതറിപ്പോകുന്നവരും ഏറെയെന്ന ദീപ നിശാന്ത്. ഒരു സൈബർ സ്പേസിൽ ഏതെങ്കിലും ഒരു മനോരോഗി കുടഞ്ഞിടുന്ന ഈ കമൻറ്റുകൾക്ക് നമ്മുടെ ജീവിതത്തെ തകർക്കാനുള്ള ശേഷിയുണ്ട് നമ്മൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യരുണ്ട്, അവരുടെ സ്നേഹമുണ്ട്, മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ട്. മാനസികമായി തകർക്കാൻ കുടുംബത്തെ തന്നെ തിരഞ്ഞെടുക്കുന്ന വൈകൃതമാണ് സൈബർ ഇടങ്ങളിലെ മുഖമില്ലാത്തവരുടേത്. ഫാമിലീനെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരുന്നു. എൻ്റെ മകൾക്ക് 12 വയസ്സ് ആണ് പ്രായം. അപ്പോൾ ആ സമയത്ത് ഒരു 8 വയസ്സ് 7 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് മകളുടെ ചിത്രങ്ങൾ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് കാരണം നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണല്ലോ. രാഷ്ട്രീയ പ്രതികരണത്തിന്റെ പേരിൽ തന്റെ ചിത്രവും ഫോൺ നമ്പറും മോശമായ സൈറ്റുകളിൽ പ്രചരിപ്പിച്ചു. സംഭവത്തിൽ പരാതി നൽകി. പിടിയിലായവരിൽ +2 വിദ്യാർത്ഥികളും. എൻ്റെ ചിത്രവും ഫോൺ നമ്പറും വളരെ മോശം സൈറ്റുകളിലേക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ വിദ്യാർത്ഥികൾ വരെ, ഈ +2 പഠിക്കുന്ന കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഇൻവോൾവ് ആണ്. അവാർഡും അഭിമുഖവും നിരസിച്ചതിന്റെ പേരിൽ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ശത്രുതാപരമായി പെരുമാറി. പിന്നീട് കണ്ടത് വസ്തുതാവിരുദ്ധ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും. സൈബർ ഇടത്തെ മുഖമുള്ളവരും മുഖമില്ലാത്തവരെയും പോലെയാണ് ഇത്തരക്കാരുമെന്നും ദീപ നിശാന്ത്. മറുനാടൻ മലയാളി എന്നുള്ള ചാനലാണ്. പ്രോമിസിംഗ് സ്റ്റാറിൻ്റെ അവാർഡ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അത് എന്തോ ഒരു ഓൺലൈൻ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ വോട്ടിങ്ങിന് ഇടുകയാണ്. ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ലേബലിലാണ് അത് തരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് സാമൂഹ്യ സേവനോ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ മാത്രം പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ അവാർഡ് നിരസിച്ചു. തുടർന്ന് 1-2 ഇൻ്റർവ്യൂകൾ ചോദിച്ചിരുന്നു. അതും എനിക്ക് ആ ചാനലിൻ്റെ ഒരു രീതികളോടൊരു വിയോജിപ്പുണ്ടായിരുന്നു. കേസുകൾ നൽകുക എന്നത് മാത്രമാണ് പരിഹാരം. അതിലൂടെ ഭയം ജനിപ്പിക്കാൻ സാധിക്കും. ഫേസ്ബുക്കിൽ നിന്ന് അപ്രൂവൽ കിട്ടാനും അത്തരം കാര്യങ്ങൾ, ഇവരുടെ ഒരു അഡ്രസ്സ് എടുക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷെ വർഷങ്ങളായിട്ട് ഞാൻ നടത്തുന്ന കേസുണ്ട്. ഒരു 9 വർഷത്തോളമായിട്ട് നടത്തുന്ന കേസുകളിലും ഇതുവരെ തീർപ്പൊന്നും ആയിട്ടില്ല. സൈബർ ഇടത്തിൽ ഏതെങ്കിലും മനോരോഗി കുടഞ്ഞിടുന്ന മനോവൈകൃതങ്ങൾക്ക് ജീവിതം നൽകേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനമാണ് തന്നെ ശക്തയാക്കിയതെന്ന് ദീപ നിശാന്ത് പറയുന്നു. 24 തൃശൂർ.